പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരു സഭായോഗം കൂടെ ഈ ഭൂമിയിൽ നമ്മുടെ കർത്താവ് നമുക്ക് ദാനമായി തന്നതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുകയും ഈ ആരാധനയിലേക്ക് നിങ്ങളെ സ്വാഗതം നൽകുകയും ചെയ്യുന്നു. പ്രിയ ജിമ്മിച്ചൻ എന്ന മകൻ നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രിയ മകൻ കഴിഞ്ഞ ദിവസം ഒരു ഓപ്പറേഷൻ വിധേയനായി. ഇത്രയും ആരോഗ്യവും ബലവും സൗഖ്യവും കർത്താവ് നൽകി. തൻ്റെ മാതാവിനോടും തൻ്റെ സഹോദരങ്ങളോടും ബന്ധുമിത്രാദികളോടും ദൈവമക്കളോടും കൂടെ ചേർന്ന് ഒരു പ്രാവശ്യം കൂടെ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് തന്ന വിലപ്പെട്ട സമയത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ജിമ്മിച്ചിനെയും പ്രത്യേകമായി വന്ദനം ചെയ്യുന്നു. കർത്താവ് സഹായിക്കട്ടെ. ചില ആഴ്ചകൾ കഴിഞ്ഞു നമ്മുടെ ജോർജ് സെമിച്ചാനും കുടുംബവും ആരാധനയിൽ സംബന്ധിച്ചിട്ട് ശാരീരികമായി വളരെ പ്രയാസത്തിലും കാൽമുട്ടിൻ്റെ വേദനയാലും പ്രിയപ്പെട്ടവർ ഭാരപ്പെട്ട് ഭവനത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസം അവിടെ ഭവനത്തിൻ്റെ ഒരു ക്രമീകരണം നടന്നു. മറ്റൊരു വാടക വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. ഇന്നത്തെ ആരാധനയ്ക്ക് പ്രിയ മകനെയും കർത്താവ് കൊണ്ടുവന്നതിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. എബ്രാച്ചാനും ശാരീരികമായി വളരെ ക്ഷീണിതനായിരുന്നു. കർത്താവ് ഇത്രയും ബലവും ആരോഗ്യം നൽകി ഈ ആരാധനയിലും കർത്താവിൻ്റെ ദാസനെ ദൈവം കൊണ്ടുവന്നതിനായി നന്ദിയോടെ കർത്താവിനെ വാഴ്ത്തുന്നു. ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ മൈക്രോഫോൺ നമ്മുടെ ശുശ്രൂഷയ്ക്കും കത്രിമേശയുടെ ശുശ്രൂഷയ്ക്കൊക്കെ അനുഗ്രഹമാകത്തക്ക നിലയിൽ സ്തോത്രം. ഈ ആരാധനയ്ക്ക് വരുമ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുമല്ലോ പോരായ്മകളൊക്കെ. സ്തോത്രം. ആമേൻ. ആ പോരായ്മ കണ്ടപ്പോൾ ദൈവാത്മാവ് ഹൃദയത്തിൽ പ്രേരണ നൽകിയതാണ് നമ്മുടെ ഏബലിന്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. തനിക്കൊരു ജോലിക്ക് വേണ്ടി സഭ പ്രാർത്ഥിച്ചു. ഇവിടുത്തെ ശുശ്രൂഷയുടെ സഹായത്തിന് വേണ്ടി ആമേൻ ഏബലിന് നൽകിയ ഈ മൈക്ക് സെറ്റ് ദൈവനാമ മഹത്വത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്വർഗസ്ഥനായ ദൈവമേ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ആമേൻ കർത്താവെ പ്രിയ ഏബലിനെ ദൈവം സഹായിച്ചതിനായിട്ട് സ്തോത്രം. ഈ മൈക്ക് സെറ്റ് പ്രിയ മകൻ കർത്താവ് നൽകി തരുവാൻ ദൈവപ്രസാദം തോന്നിയല്ലോ. പ്രിയ മകനെയും തൻ്റെ പിതാവിനെയും മാതാവിനെയും സഹോദരനെയും വെല്ലുമിച്ചിയെയും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇത് ദൈവനാമ മഹത്വത്തിന് കർത്താവ് കാരണമാക്കി തീർക്കണം എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവനാമ മഹത്വത്തിനായിട്ട് ആമേൻ ഈ മൈക്ക് സെറ്റ് ദൈവകാര്യങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. അമേൻ. അമേൻ. സ്തോത്രം. കർത്താവ് ധാരാളമായി നമ്മെ അനുഗ്രഹിക്കട്ടെ. അമേൻ. ദൈവസഭയെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ വേലയെ സ്നേഹിക്കുന്ന അമേൻ ധാരാളം പ്രിയപ്പെട്ടവർ നമ്മുടെ സഭയിലുണ്ട്. നിങ്ങളാൽ ആവോളം കഴിഞ്ഞ നാളുകളിലും അമേൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതും എല്ലാം ദൈവനാമ മഹത്വത്തിന് കർത്താവ് കാരണമാക്കി തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഓൺലൈനായി ഈ ആരാധനയിൽ പങ്കുകൊള്ളുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകമായ വന്ദനം ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ്. തുടർന്നുള്ള സമയം നമുക്ക് ദൈവ ശബ്ദം കേൾക്കുവാൻ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവപാദപ്പെടുത്തങ്ങൾ നമുക്കായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 95-ാമത്തെ സങ്കീർത്തനം പല പ്രാവശ്യം നമ്മൾ വായിച്ച ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ഭക്തനായ ദാവീദ് അത്യുച്ചത്തിൽ യാതൊരു സംശയവുമില്ലാതെ ദൃഢമായും വ്യക്തമായും സംസാരിക്കുന്ന ഒരു വാക്കാണ്, അവൻ നമ്മുടെ ദൈവം ആകുന്നു. സ്തോത്രം. എല്ലാ കാലത്തും എല്ലാവർക്കും പറയുവാൻ കഴിയുന്ന ഒന്നാണ്,
യഹോവയായ ദൈവം നമ്മുടെ ദൈവമാകുന്നു. അബ്രഹാമിന്റെ ദൈവം നമ്മുടെ ദൈവമാകുന്നു. നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നമ്മുടെ ദൈവം ആകുന്നു. ആ ഒരു ബന്ധം കർത്താവ് നമുക്ക് തന്നതിനാൽ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവം നമ്മുടെ ദൈവമാകയാൽ ആ ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന, ആ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം എന്താണെന്നാണ് ഈ സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ ഭക്തൻ പ്രതിപാദിക്കുന്നത്. സ്തോത്രം. ദൈവത്തിന് നമ്മുടെ പണം വേണ്ട, ദൈവത്തിന് നമ്മുടെ ഒന്നും ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നില്ല. നമ്മൾക്കുള്ളതെല്ലാം ദൈവം നമുക്ക് തന്നതാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന് വേണ്ടത് ഒറ്റയൊന്നേ ഉള്ളൂ, താങ്ക്സ് ഗിവിംഗ്. നിനക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടെ അവൻ ആരാധന അർപ്പിക്കുക. അതിന് ഒരു പിശുക്കും കാണിക്കില്ലെന്നാണ് കർത്താവ് പറയുന്നത്. ആരാധനയിൽ നമ്മൾ ദരിദ്രരാകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും എല്ലാ ഉപകാരങ്ങൾക്കുമായി നമ്മൾ ദൈവത്തിന് നന്ദി അർപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. അവിടെ 6-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നത്, വരുവീൻ വണങ്ങി നമസ്കരിക്കാം, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തണം. പ്രൈസ് ദി ലോർഡ്. വാസ്തവമായി നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നമ്മെ പ്രസവിച്ച അമ്മയുടെ മുമ്പിൽ ബഹുമാനത്തോടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. നമ്മെ ജനിപ്പിച്ച നമ്മുടെ അപ്പന്റെ മുമ്പിൽ ബഹുമാനത്തോടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. അത് ദൈവവുമായി റിലേറ്റഡ് ആണ്, ദൈവവുമായി ബന്ധപ്പെട്ടതാണ്. സ്തോത്രം. ആമേൻ. നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ ഈ ഭൂമിയിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ജീവിതം, വരുവീൻ നാം നമ്മെ സൃഷ്ടിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. 1-ാം വാക്യം ഒന്ന് വായിച്ചേ. നാം ഉല്ലസിച്ച് ഘോഷിക്കുക. ദൈവസന്നിധിയിലെ ആരാധന ഒരു ഘോഷമാണ്. സ്തോത്രം. ഘോഷം. ഘോഷം എന്ന് പറഞ്ഞാൽ അത് ജയത്തിന്റെ ശബ്ദമാണ്. പ്രൈസ് ദി ലോർഡ്. ആരാധന ഒരിക്കലും പരാജയത്തിന്റെ ശബ്ദമല്ല. ആമേൻ. പരാജയപ്പെട്ടവനെയും അല്ല നമ്മൾ ആരാധിക്കുന്നത്, വിജയിച്ചവനെ ആരാധിക്കുന്നത് കൊണ്ട് ആരാധനയുടെ ഘോഷം എപ്പോഴും ജയത്തിന്റെ ഘോഷമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. വലിഞ്ഞും തൂങ്ങിയും ഉറങ്ങിയും മയങ്ങിയും മൂക്കുകൊണ്ട് മൂളിയും ഉള്ള ഒരു ഘോഷമല്ല. ജയത്തിന്റെ ഘോഷം എപ്പോഴും ശരീരഭാഷയോടുകൂടെ ആത്മീക സന്തോഷത്തോടുകൂടെ അത്യുച്ചത്തിൽ നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്നതാണ് യഥാർത്ഥ ഘോഷമെന്ന് പറഞ്ഞാൽ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ ഇറങ്ങി വന്ന നമ്മുടെ ദൈവത്തെ അത്യുച്ചത്തിൽ നമുക്ക് ഘോഷിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് നാം ആർപ്പിടണം. സ്തോത്രം. എന്താ ഇവിടെ പാറ എന്നൊക്കെ പറയാൻ കാരണം? സ്തോത്രം. അന്നത്തെ കാലത്ത് ഒത്തിരി കല്ലുകളെ ആരാധിക്കുന്ന ജനങ്ങളുണ്ടായിരുന്നു. കല്ലുകളെ, മരങ്ങളെ ആരാധിക്കുന്ന ജനങ്ങളുണ്ടായിരുന്നു. സ്തോത്രം. ആ കല്ലിന്റെ മുമ്പിൽ ചെന്ന് വീണ് വണങ്ങി നമസ്കരിക്കുന്നവർ ഇന്നുകൊണ്ട്. പൗലോസ് അപ്പോസ്തലൻ അരയോപക കുന്നിന്മേൽ ചെന്നപ്പോൾ അവിടെ കണ്ട ഒരു കാഴ്ച, ധാരാളം വേദിക്കല്ലുകൾ. ആ ഓരോ കല്ലിനും ഓരോരോ പേരുകളുണ്ട്. എന്നാൽ അതിനകത്ത് ഒരു കല്ല്, അതിനിട്ടിരിക്കുന്ന പേര് അജ്ഞാത ദേവൻ എന്നാണ്. അപ്പൊ കല്ലുകളെ ആരാധിക്കുന്ന ഒരു കാലം അന്നുണ്ടായിരുന്നു. സ്തോത്രം. ദാവീദിന്റെ കാലത്തിന് മുമ്പേ കല്ലുകളെ ആരാധിക്കുന്ന കാലമുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സത്യദൈവത്തെ ആരാധിക്കുന്ന ഇസ്രായേൽ ജനം ഒരിക്കൽ പറഞ്ഞു, നാം മരത്തെയും കല്ലിനെയും സേവിക്കേണ്ടതിന് ജാതികളെ പോലെയും ദേശങ്ങളിലെ വംശങ്ങളെ പോലെയും നാം ആയിത്തീരുക.
കല്ലുകളെ, പാറകളെ ആരാധിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് യഥാർത്ഥ കല്ല്, ആരാധനയ്ക്ക് യോഗ്യനായ പാറ ആരാണെന്ന് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ കഥ തെളിയിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്തിനാ തീക്കൽ പാറയിൽ നിന്ന് വെള്ളം ദൈവം കൊടുത്തത്? ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ദൈവം പറഞ്ഞു ഇങ്ങനെയാണ്, മോശേ, ഇസ്രായേൽ ജനം മുൻപോട്ട് പോകുമ്പോൾ തീക്കൽ പാറ നീ കാണും. ആ പാറയോട് കൽപ്പിച്ചാൽ മതി, ആ പാറ നിനക്ക് എന്ത് ചെയ്യും? വെള്ളം തരും. ആ പാറ വെള്ളം കൊടുത്തു. അപ്പോസ്തലനായിരുന്ന പൗലോസ് പറഞ്ഞു, ആ പാറ ആരായിരുന്നു? ക്രിസ്തുവായിരുന്നു. ഹല്ലേലൂയ. കല്ലിനെ ആരാധിക്കുന്നവരോട്, പാറയെ ആരാധിക്കുന്നവരോട്, പ്രകൃതിയെ ആരാധിക്കുന്നവരോട് ദൈവത്തിന്റെ വചനം പറയുക, യഥാർത്ഥ നമ്മുടെ പാറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവമാണ് നമ്മുടെ പാറ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കാൽവറിയിൽ അടിക്കപ്പെട്ട, തകർക്കപ്പെട്ട യേശു ക്രിസ്തുവാണ് യഥാർത്ഥ ആരാധനയ്ക്ക് യോഗ്യൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഭക്തൻ പറയുന്നത്, വരുവീൻ നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് നാം ആർപ്പിടുക. കേവലം ഒരു കല്ലിന്റെ മുമ്പിൽ ആർക്കുന്നതല്ല, കല്ലുകളെ സൃഷ്ടിച്ച, പാറക്കൂട്ടങ്ങളെ സൃഷ്ടിച്ച, പർവ്വത നിരകളെ സൃഷ്ടിച്ച, സമുദ്രത്തെയും അവയുള്ളവയെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തെ പാടി ആരാധിക്കുന്ന ആരാധനയാ ദൈവം പ്രസാദിക്കുന്ന ആരാധന. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. രണ്ടാം വാക്യം വായിച്ചേ. അവന്റെ സന്നിധിയിലേക്ക് ചെല്ലേണ്ടത് സ്തോത്രത്തോടെ ചെല്ലണം. ആമേൻ. ഹല്ലേലൂയ. അടുത്തത് നോക്കിക്കേ, സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവനെ ഘോഷിക്കുക. നല്ല പാട്ടുകൾ പാടി നമ്മുടെ ദൈവത്തെ ഘോഷിക്കണം. ഇതാണ് യഥാർത്ഥ ആരാധന എന്ന് പറഞ്ഞത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആത്മീക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരാധനയാണ്. ആത്മീക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരാധനയാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞാണ് ബാക്കിയുള്ളതെല്ലാം. ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചപ്പോൾ എന്തിനാണ് ഇവരെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കേ ഉള്ളൂ, യഹോവയെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പല ദൈവങ്ങളുടെ മുമ്പാകെ കുമ്പിട്ടും വണങ്ങിയും അതിനെ ആരാധിച്ചും കൊണ്ടിരുന്ന നമ്മളെ ഓരോരുത്തരെയും സ്വർഗസ്ഥനായ ദൈവം തമ്പുരാൻ വിളിച്ചു കൊണ്ടുവന്നത് സത്യ ദൈവത്തെ ആരാധിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. നീ സ്വർഗത്തിലേക്ക് ചെന്നാൽ അവിടെ അതേ ഉള്ളൂ, ആരാധന. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് കൊടുക്കാൻ, ദൈവമായി മനുഷ്യൻ സംയോജിക്കപ്പെടുന്ന ഏക അനുഭവമാണ് ആരാധന എന്ന് പറഞ്ഞാൽ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ആരാധന പിശാചു വളരെ ഭയപ്പെടുന്നുണ്ട്. സ്തോത്രം. എൻ്റെ ഒരു ദിവസത്തെ ആരാധന ഒന്ന് മാറ്റിയാൽ അവൻ എന്നാ സന്തോഷമാണെന്നറിയാവോ? ഒരു ദിവസത്തെ ആരാധന അതെന്നെ രോഗിയാക്കിയാൽ, എനിക്ക് വേറെ ഏതെങ്കിലും പ്രോഗ്രാം തന്ന് ദൈവത്തെ ആരാധിക്കേണ്ട ആ സമൂഹത്തിൽ നിന്ന് എന്നെ അവിടുന്ന് പൊക്കിയെടുത്ത് വേറെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇരുത്തുന്നത് പിശാചിനെന്ത് സന്തോഷമാണെന്നറിയാവോ? ഹല്ലേലൂയ. ഇന്നത്തെ ആരാധനയിൽ ഹാജരെടുത്താൽ, അറ്റൻഡൻസ് എടുത്താൽ, ഞാൻ അവിടെ ഇല്ലെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, പിശാചിനെന്ത് സന്തോഷമാണെന്നറിയാവോ? സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് എപ്പോഴും ദൈവമക്കൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം ഇതാണ്, കർത്താവേ, എൻ്റെ തല പൊങ്ങാൻ എനിക്ക് ജീവനുണ്ടെങ്കിൽ അങ്ങയുടെ സന്നിധിയിൽ ആരാധന വിട്ട് ഞാൻ മറ്റെവിടെയും പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ അവിടെ എൻ്റെ ദൈവത്തെ എന്ത് ചെയ്യും? ആരാധിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പിശാച് യേശുവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു,
നീ എന്നെ വീണ് ഒന്നാരാധിച്ചാൽ ഒരു പാട്ട് പാടി എന്നെ ഒന്ന് കൈയടിച്ചൊന്ന് സ്തുതിച്ചാൽ ഈ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് തരാം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് പറഞ്ഞത്, എൻ്റെ രാജ്യം ഞാൻ സ്ഥാപിക്കുന്നത് നിന്നെ ആരാധിച്ചിട്ടല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയാണ് ഞാൻ എൻ്റെ രാജ്യം സ്ഥാപിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഈ ഭൂമിയിലെ എത്ര വലിയ നന്മയും ഉയർച്ചയും എനിക്ക് ലഭിക്കേണ്ടത് ആരാധന ഉപേക്ഷിച്ചിട്ടല്ല, പിശാചിനെ സേവിച്ചിട്ടുമല്ല. എൻ്റെ ദൈവത്തെ ഞാൻ ആരാധിക്കുമ്പോൾ എൻ്റെ കർത്താവ് ആരാധനയിൽ പ്രസാദിച്ചാൽ ഈ ഭൂമിയിലുള്ളതും വരാനുള്ള ലോകത്തുള്ളതും കർത്താവ് എനിക്ക് ദാനമായി തരുമെന്ന് വിശ്വാസമുള്ളവർ അതരം തുറന്ന് ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. ഈ പാറയ്ക്ക് ആർപ്പിടേണ്ടവർ, ഈ ദൈവസന്നിധിയിൽ മുട്ടുമടക്കേണ്ടവർ എങ്ങനെ ആരാധിക്കണം, എന്തുകൊണ്ട് ആരാധിക്കണം, എവിടെ ആരാധിക്കണം എന്നൊക്കെ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ചില വചനങ്ങൾ വേഗം നമുക്കൊന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ ഹന്ന എന്ന പ്രവാചകി ദൈവത്തെ ആരാധിച്ചത് അവിടെ വായിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 37-ാമത്തെ വാക്യം. സ്തോത്രം. ഹന്ന എന്ന പ്രവാചകി വളരെ വയസ്സ് ചെന്നവളാണ്. സ്തോത്രം. ആ വളരെ വയസ്സ് ചെന്ന ആ പ്രവാചകിയായ ഹന്ന ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. സ്തോത്രം. ഉണ്ടോ? അപ്പോൾ ആരാധനയുടെ സമയം മനസ്സിലായോ? രാവും പകലും ഈ ഹന്ന ദൈവത്തെ ആരാധിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത്രമാത്രം ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്ന വിധം ഇങ്ങോട്ട് ഹന്ന മേടിച്ചിട്ടുണ്ട്. സ്തോത്രം. നമ്മൾ ഇങ്ങോട്ട് കിട്ടുന്നതിനനുസരിച്ച് അങ്ങോട്ട് കൊടുക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അല്ലേ? ഒരു റബ്ബർ പന്ത് എത്രയും താഴ്ചയിലേക്ക് എത്ര ശക്തിയായി എറിയുന്നോ അതനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇതുപോലെ ദൈവം നമുക്ക് തന്ന നന്മകൾ എത്ര നമ്മൾ പ്രാപിക്കുന്നുണ്ടോ അതനുസരിച്ചാണ് എന്ത് ചെയ്യേണ്ടത്? നാം ദൈവത്തിന് അങ്ങോട്ട് കൊടുക്കേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു കണക്കൊക്കെ എടുത്ത് വയ്ക്കുന്നത് നല്ലതാ. ദൈവം എനിക്ക് തന്നതിന് തക്കവണ്ണം ഞാൻ ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ? ഇന്നത്തെ ഈ സഭായോഗത്തിൽ ഏറ്റവും കൂടുതൽ ദൈവത്തെ ആരാധിച്ചത് ആരാ? ആ വ്യക്തി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വ്യത്യസ്തരാണ്. ദൈവവുമായി അവരുടെ ബന്ധം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് എന്നേക്കാൾ കൂടുതലായിരിക്കും ആ വ്യക്തിക്ക്. അവരുടെ ശബ്ദം എല്ലാവരുടെ മീതെ വരും. അവരുടെ ആരാധന എല്ലാവരും ആരാധിച്ച് തീർന്നാലും അവരുടെ ആരാധന തീരത്തില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 300 വെള്ളിപ്പണത്തിന്റെ സ്വച്ഛ ജഡമാംസി തൈലം മറിയ കൊണ്ടുവന്ന് യേശുവിന്റെ കാലിൽ പൂശുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവക്കവിടെ എന്ത് ചെലവിട്ടെന്ന് ചെലവൊരു വിഷയമല്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ചിലർക്ക് അത് പ്രശ്നമാണ്. എന്തിനാ അത്രയും കൊടുത്തതെന്നാ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ മറിയ പറയുന്നത് എന്നറിയാവോ? മഗ്ദലന മറിയ പറയുന്നത് ഇത് കൊടുത്താൽ പോരെന്ന് അവള് പറയുന്നത്. ഇത് കൊടുത്താൽ പോരാ. പ്രൈസ് ദി ലോർഡ്. കാരണം എൻ്റെ ജീവിതത്തിൽ 7 ഭൂതങ്ങൾ ഉണ്ടായിരുന്നു.
ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു ഭ്രാന്തിയായി ഞാൻ ദേശത്ത് തുണിയില്ലാത്തവളായി, അംഗീകാരമില്ലാത്തവളായി, അർഹതയില്ലാത്തവളായി, എല്ലാവരാലും ആമേൻ നിഷേധിക്കപ്പെട്ട് തള്ളപ്പെട്ട് പുറംപറമ്പിൽ ഒരു ഭ്രാന്തിയെ പോലെ 7 ഭൂതങ്ങളാൽ കെട്ടി വലിച്ചുകൊണ്ട് നടന്ന എന്നെ വിടുവിച്ച എന്റെ കർത്താവിനെ ഞാൻ എത്രമാത്രം ആരാധിക്കണം. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. എന്റെ യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ കണ്ണൂർ എൻ്റെ മാതൃസഭയിലായിരുന്നപ്പോൾ അന്നത്തെ ആരാധനയ്ക്ക് ഒരു ഞായറാഴ്ച കലക്ടർ ആരാധനയ്ക്കുണ്ടായിരുന്നു. അറിയത്തില്ലായിരുന്നു. ഒരു വണ്ടി പുറത്തുണ്ട്, 2 പോലീസുകാരും പുറത്ത് നിൽപ്പുണ്ട്. ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ, കുറച്ച് പേര് കസേരയിലുണ്ട്, കുറച്ച് പേര് നിലത്തിരിപ്പുണ്ട്. ഇദ്ദേഹം മുട്ടുകുത്തി നിന്ന് കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആദ്യം പോലീസ് വണ്ടി മുറ്റത്ത് കാണുമ്പോൾ നമുക്ക് ഒരു അങ്കലപ്പല്ലേ, ഞായറാഴ്ച ആരാധനയ്ക്ക് പോലീസ് വണ്ടി. അത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ കാണുന്നത്. സ്തോത്രം. അപ്പൊ ഇദ്ദേഹത്തെ കണ്ടാൽ കളക്ടറാണെന്ന് തോന്നുകയില്ല, അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, യൂണിഫോം ഒന്നും ഇല്ലല്ലോ. സ്തോത്രം. ആരാധനയുടെ മധ്യത്തിൽ ഞാൻ ഇറങ്ങിച്ചെന്ന് ചോദിച്ചു, എവിടുന്ന വരുന്നത്? അപ്പം പറഞ്ഞു, ഞാൻ കണ്ണൂർ കളക്ടറാണ്. ഒരു പ്രത്യേക ഒരു ആവശ്യം വേണ്ടി ഈ വഴി വന്നപ്പോൾ ഇന്ന് ഇവിടെ ആരാധന ഉണ്ടെന്ന് വെച്ചാൽ ഇവിടെ വന്ന് കൂടി ആരാധന കൂടി വന്നു. ഞാനൊരു വിശ്വാസിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അന്ന് ദൈവാത്മാവ് എന്നെ പഠിപ്പിച്ച ഒരു പാഠമുണ്ട്. ഒരു സഭയിൽ, ഒരു സമൂഹത്തിൽ ആരാധനയുടെ നടുവിൽ എനിക്ക് ദൈവം തന്ന പൊസിഷൻ അനുസരിച്ച് അത്രയും ഉച്ചത്തിൽ ഞാൻ ദൈവത്തെ സ്തുതിച്ചോണം. ഇന്നിവിടെ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്നവരാരാ? നമ്മുടെ സഭയിൽ ഏറ്റവും കൂടുതൽ ദശാംശം കൊടുക്കുന്നവരാരാ? ആ ബോർഡ് നിങ്ങൾ നോക്കിയാൽ മതി. ഇറങ്ങി ചെല്ലുമ്പോൾ ഭിത്തിയിൽ നമ്മുടെ നോട്ടീസ് ബോർഡ് ഇട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ദൈവസഭയ്ക്ക് വേണ്ടി ദശാംശം കൊടുക്കുന്നതാരാ? അങ്ങനെ കൊടുക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, എല്ലാവരേക്കാൾ കൂടുതൽ ദൈവത്തെ ആരാധിച്ചോണം. സ്തോത്രം. കാരണം അതിനുള്ളത് കർത്താവ് എനിക്ക്, ഞാൻ കൊടുക്കുന്നത് എൻ്റെ നിന്നല്ല, ഞാൻ വായ്പ മേടിച്ച് കൊടുക്കുകയല്ല. എൻ്റെ ദൈവം തമ്പുരാൻ എനിക്ക് തന്ന നന്മയിൽ നിന്നാണ് ഞാൻ ദൈവത്തിന് കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നോക്കിയേ, അങ്ങനെ ഏതെല്ലാം ഉയർച്ചകൾ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ സഭയിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ളവരാണ് ആരാധനയിരിക്കുന്നത്. ശരീരത്തിന് ബലഹീനതയുണ്ടെങ്കിലും ഒച്ച വയ്ക്കാൻ ശക്തിയില്ലെങ്കിലും കൈ ഉയർത്തി വീശി ദൈവത്തെ സ്തുതിക്കണം. കാരണം ഈ പ്രായത്തിലും എന്നെ കർത്താവ് സൂക്ഷിച്ചല്ലോ, എന്റെ ആയുസ്സിനെ കർത്താവ് നീട്ടി തന്നല്ലോ. ഹല്ലേലൂയ. രോഗങ്ങളിലൂടെ പല ആശുപത്രി കയറി ഇറങ്ങിയവർ ദൈവസന്നിധി വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തെ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കണം. കർത്താവിനെ വിടുവിച്ചതോർത്ത്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിന് മഹത്വം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കഴിവുള്ള കുഞ്ഞുങ്ങൾ, മക്കള്, നിങ്ങൾക്ക് ബുദ്ധി ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, എത്രയോ കുഞ്ഞുങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ മന്ദബുദ്ധികളായി കഴിയുന്നവര്, അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങൾ, 20-30 വയസ്സായിട്ടും അമ്മ അപ്പൻ കൂടെ ഇരുന്ന് ചോറ് വാരി കൊടുക്കുന്ന കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ദൈവം തമ്പുരാൻ ഇത്രയും കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, സഭായോഗത്തിൽ നിങ്ങൾ അത്യുച്ചത്തിൽ ദൈവത്തെ വാഴ്ത്തണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതൊന്നും നമ്മുടെ അർഹതപ്പെട്ടതല്ല, ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെ താഴ്ത്തി, തന്റെ താഴ്ചയിൽ നിന്ന് എന്നെ ഉയർത്തിയ എന്റെ ദൈവത്തെ സന്തോഷത്തോടെ ആരാധിക്കണം. ഹല്ലേലൂയ.
സ്തോത്രം. ആമേൻ. ആരാധന എല്ലായിടത്തും ആരാധന കേട്ടോ. ഈ ദൈവത്തെ ഉയർത്താൻ എല്ലായിടത്തും ഉയർത്തണം. പൗലോസ് പറയുന്നത്, ഞാൻ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും എന്ന് പറഞ്ഞാൽ സഭയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും പുറത്തും ഞാൻ ക്രിസ്തുവിന്റെ സൗരഭ്യവാസന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗരഭ്യവാസന എന്ന് പറഞ്ഞാൽ സുഗ്രാഹ്യമായ സൗരഭ്യവാസനയോട് കൂടിയ യാഗമാണ്. യാഗം. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമ ഏടുകളിൽ നിന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, പഴയ നിയമത്തിൽ സൗരഭ്യ യാഗം ദൈവത്തിന് അർപ്പിക്കുമായിരുന്നു. അത് ദൈവം മണക്കുമായിരുന്നു. ദൈവസ്തോത്രം. അവിടെ പറയുക, ഞാൻ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ജാതികളുടെ ഇടയിലും ഞാൻ ക്രിസ്തുവിന്റെ സൗരഭ്യവാസന. അതിനാ കർത്താവ് എന്നെ ഇത്രയാക്കി വെച്ചിരിക്കുന്നത്. ആരും മറച്ചു വെക്കരുത് കേട്ടോ. കൂട്ടുകാരുടെ നടുവിലും ബന്ധക്കാരുടെ നടുവിലും എല്ലാ മേഖലയിലും ഞാനൊരു ദൈവ പൈതലാന്ന് ഉറക്കെ പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അല്ലേ, എവിടെ ചെന്നാലും ഞായറാഴ്ച ദിവസം ഒരു ആരാധനാലയം അന്വേഷിക്കണം. പലരും ഇവിടെ വന്ന് കണ്ടിട്ടില്ലേ? മോടെ കല്യാണത്തിന് വന്നത്, അവിടെ വന്ന് അവരൊത്തിരി പ്രത്യേക ആവശ്യത്തിന് വന്നതാ. അവരൊക്കെ വിശ്വാസികളല്ല. അവരോട് പറഞ്ഞു, എനിക്ക് എൻ്റെ ദൈവത്തെ ഒന്ന് ആരാധിക്കണം. ആമേൻ. ഈ ഉത്സാഹമൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പുതിയ ജനറേഷന് ഇതൊക്കെ ഈ ഉത്സാഹം ഉണ്ടാകണം. നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്നതിൽ നമ്മൾ മുമ്പിലായിരിക്കണം. അതിനാ കർത്താവ് നമ്മെ വിളിച്ചു കൊണ്ടുവന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു വാക്യം കൂടി ഒന്ന് വായിച്ചേ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാ കർത്താവിനെ ആരാധിക്കേണ്ടത്? ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 74-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ലൂക്കോസ് 1:74. ആ ആ സ്തോത്രം. ഹല്ലേലൂയ. 74-ാമത്തെ വാക്യം, നാം ആയുഷ്കാലം മുഴുവനും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിക്കണം. ഇതാണ് ആരാധന. സ്തോത്രം. ഇതാണ് ആരാധന. എങ്ങനെ ആരാധിക്കണം? ഭയം കൂടാതെ. ഭയം ഉണ്ടാകുന്നത് എപ്പോഴാണെന്നറിയാവോ? ഭയം ഉണ്ടാകുന്നത് ജീവിതത്തിൽ വിശുദ്ധി കുറയുമ്പോൾ, നീതി കുറയുമ്പം എന്തുണ്ടാകും? ഭയമുണ്ടാകും. പഴയ നിയമത്തിലെ ആരാധനയൊക്കെ ഭയത്തോടു കൂടി ആരാധനയായിരുന്നു. ഭയത്തോടു കൂടി ആരാധനയായിരുന്നു. നമ്മളെപ്പോലുള്ളവർക്കൊന്നും ദൈവസന്നിധി ചെല്ലാൻ ഏഴയിലൊക്കെ നമ്മൾ അടുപ്പിക്കത്തില്ല. പുറത്തുള്ള പ്രാകാരത്തിൽ നിന്നോണം. ഇന്ന് ലോക മനുഷ്യരൊക്കെ ആരാധിക്കുന്ന ആരാധന കണ്ടിട്ടില്ലേ? ദൂരെ നിന്ന് ഇങ്ങനെ നോക്കി കണ്ടിട്ടില്ലേ? ഇങ്ങനെ നിന്നോണം. മഹാപുരോഹിതന് മാത്രം, പുരോഹിതന്മാർക്കും പറ്റത്തില്ല, മഹാപുരോഹിതൻ മാത്രം ആണ്ടിൽ ഒരു പ്രാവശ്യം, അതും വിറയ്ക്കുന്ന കൈകളോടെ തന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യാഗമർപ്പിച്ചിട്ട്, ജനത്തിന്റെ പാപത്തിന്റെ പരിഹാരം അർപ്പിച്ച രക്തവും തന്റെ പാപത്തിന്റെ പരിഹാരത്തിന്റെ രക്തവുമായിട്ടാണ് കൃപാസനത്തിലേക്ക് പോകുന്നത്. ചീറിപ്പാഞ്ഞു വരുന്ന ഒരു ട്രെയിനിന്റെ നേരെ ഒരു മനുഷ്യൻ ചെല്ലുമ്പോൾ അനുഭവം ഉണ്ടായിരിക്കും. ഇതേ അനുഭവമായിരുന്നു മഹാപുരോഹിതന് കൃപാസനത്തിലേക്ക് കയറുമ്പോൾ. തൻ്റെ ജീവിതത്തിലെ ഒരു കുറവ് പരിഹരിക്കാതെ താൻ ആരാധനയ്ക്ക് കയറിയിരുന്നെങ്കിൽ അവിടെ വെച്ച് താൻ എന്ത് ചെയ്യും? മരിച്ചു വീഴും. അവിടെ കൊണ്ട് ക്രോസ് ആകുക. ആരാധനയ്ക്ക് വന്നിട്ട് മരിക്കൂ ആരെങ്കിലും. ഇതായിരുന്നു പഴയ നിയമത്തിലെ ആരാധന. അതുകൊണ്ട് ആ പുരോഹിതൻ അവിടെ മരിച്ചു വീണാൽ മറ്റൊരാൾക്ക് കയറി ആ ബോഡി എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തൻ്റെ അരയിൽ കെട്ടിയിരിക്കുന്ന ചരടിൽ ഒരു ചരട് പുറത്തേക്കിട്ടിരിക്കും. വലിച്ചാണ് എടുക്കുന്നത്.
സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആരാധന കണ്ടോ? അതുകൊണ്ടാണ് സംഗീതത്തിൽ വായിക്കുന്നത്, ഭയത്തോടും വിറയലോടും കൂടെ യഹോവയെ നമസ്കരിപ്പി. പക്ഷെ പുതിയ നിയമ ആരാധന ഭയത്തോടെ അല്ല. പ്രൈസ് ദി ലോർഡ്. അതാ വ്യത്യാസം. പുതിയ നിയമ ആരാധന ഭയത്തോടെയല്ല. ഇവിടെ ആരാധിക്കുന്ന ദൈവദാസനോ ദൈവമക്കളോ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ നമുക്ക് തിരശ്ശീലയില്ല, മധുവായില്ല. പ്രൈസ് ദി ലോർഡ്. തിരുമേനിയും ഐമേനിമാരും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ നമ്മൾ ഒരുമിച്ച് ആരാധിക്കുക. കാൽവറിയിൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ ആ തിരശ്ശീല രണ്ടായി കീറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഭയം കൂടാതെ ഏതു സമയത്തും കൃപാസനത്തോളം അടുത്തു ചെല്ലുവാൻ നമുക്ക് ദൈവം എന്ത് തന്നു? ധൈര്യം തന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് രണ്ട് കാര്യം വേണം. ഒന്ന്, വിശുദ്ധിയും വേണം, നീതിയും വേണം. പേടിച്ചു വിറച്ചുകൊണ്ട് ആരും കത്രിമേശ എടുക്കരുത് കേട്ടോ. കത്രിമേശ എടുക്കുന്നവരാരും പേടിച്ച് ഇത് കഴിച്ചാൽ ഞാൻ രോഗിയാകുമോ, ഞാൻ മരണപ്പെട്ടു പോകുമോ എന്നുള്ള ആശങ്കയോടൊരിക്കലും ഇതിലേക്ക് കരം നീട്ടരുത്. ഇതിലേക്ക് കരം നീട്ടണമെങ്കിൽ നീട്ടണം ഭയം കൂടാതെ. ഹല്ലേലൂയ. അങ്ങനെ ഭയം നീങ്ങണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്ത് വേണം? വിശുദ്ധി. ആമേൻ. അശുദ്ധിയിൽ നിന്ന് ഞാൻ അകലണം. അശുദ്ധി ചെയ്തിട്ട് വന്നിട്ട് എന്ത് ചെയ്യരുത്? ഇതിലേക്ക് കരം നീട്ടരുത്. പുറമെ കാണിച്ചില്ലെങ്കിലും അകത്തൊരു ആന്തൽ ഉണ്ടാകും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അകത്തൊരു ആന്തൽ ഉണ്ടാകും. ഞാൻ ഒത്തിരി അനുഭവങ്ങൾ എനിക്കുണ്ട്. തലേ ദിവസം മൂക്കറ്റം കുടിച്ചിട്ട് രാവിലെ 2-3 സോപ്പിട്ടാ കുളിക്കുന്നത്, മുഖം കഴുകുന്നത്. ഇതൊന്ന് മാറാൻ, മുഖത്തെ ആ ഒരു പ്രശ്നം മാറാൻ വേണ്ടി അങ്ങനെ കുളിച്ച് വരുന്ന വ്യക്തി ഈ കത്രിമേശയിലേക്ക് കരഞ്ഞിട്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. കത്രിമേശ അടുത്ത് വരുമ്പോഴേക്ക് മുണ്ട് വാരി ചുറ്റി കുത്തുന്നോ, കോളറെ പിടിക്കുന്നോ, കൈ മടക്കുന്നോ എന്നാന്നറിയത്തില്ല. ഇത് എടുക്കാൻ വേണ്ടി ഭ്രാന്തൽ, ഒരു വെപ്രാളം. പ്രൈസ് ദി ലോർഡ്. ഈ ശുശ്രൂഷ അനുഭവിക്കേണ്ടത് ഭയം കൂടാതെയാണ്. കാരണം ഈ ശുശ്രൂഷയ്ക്ക് കാൽവറിയിൽ കർത്താവ് തൻ്റെ തിരുരക്തം എനിക്ക് വേണ്ടി ചിന്തി കാൽവറിയിൽ മരിച്ചത് എൻ്റെ സകല ഭയത്തെയും അകറ്റാനാണ്. മരണഭയം, ആമേൻ, നിത്യ ശിക്ഷാവിധി എന്നുള്ള ഭയം എൻ്റെ കർത്താവ് എന്നിൽ നിന്നും അകറ്റിയിട്ടാണ് ആ ദൈവത്തെ ആരാധിപ്പാൻ എന്നെ തെരഞ്ഞെടുത്തത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തെ എങ്ങനെ ആരാധിക്കണം? ഭയം കൂടാതെ ആരാധിക്കണം. ഭയം കൂടാതെ ആരാധിക്കണമെങ്കിൽ ആമേൻ കയ്യിലൊന്നും ഉണ്ടാകരുത്. സ്തോത്രം. എൻ്റെ കയ്യിലൊന്നുമില്ലെങ്കിൽ എൻ്റെ പുറകെ ഒരാൾ വന്ന് എനിക്ക് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? അത് ഒരു 50 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ട് ബാഗിനകത്ത്. ഒരാൾ എൻ്റെ പുറകെ വന്നാലോ പേടിക്കണോ? പേടിക്കണം. സ്തോത്രം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വരുമ്പോൾ ഭയം കൂടാതെ എന്ത് ചെയ്യണം? ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അടുത്ത ഒരു വാക്യം ഒന്ന് വായിച്ചേ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 5-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 5-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം. രണ്ടാമത് ദൈവത്തെ ആരാധിക്കേണ്ടത് ഭക്തിയോടെ ദൈവത്തെ ആരാധിക്കണം. ഭക്തി അത് പഴയ നിയമത്തിലും ഉണ്ടായിരുന്നു, പുതിയ നിയമത്തിലും ഉണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്താ ഭക്തി എന്ന് പറഞ്ഞാൽ? ബഹുമാനവും സ്നേഹവും കൂടെ കൂടുമ്പോഴാണ് ഭക്തി ഉണ്ടാകുന്നത്. ബഹുമാനവും സ്നേഹവും ഒരുമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്നമാണ് ഭക്തി. എനിക്കെൻ്റെ ദൈവത്തോടുള്ള ബഹുമാനം, എനിക്കെൻ്റെ ദൈവത്തോടുള്ള സ്നേഹം, ഹല്ലേലൂയ,
സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇത് രണ്ടും കൂടെ സമ്മേളിക്കുന്നതാണ് യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞാൽ. അതിനകത്ത് ആദരവുണ്ട്, ആമേൻ, ഹല്ലേലൂയ, അംഗീകാരമുണ്ട്. ഇതെന്റെ ദൈവമാണല്ലോ, ഞാൻ ഇരിക്കുന്നത് ദൈവസന്നിധിയാണല്ലോ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അവിടെയാണ് എൻ്റെ ജീവിതത്തിൽ ഭക്തി ഉണ്ടാകുന്നത്. സ്തോത്രം. സങ്കീർത്തനത്തിൽ വായിക്കുന്ന ഇങ്ങനെയുണ്ട്, 12-ാം സങ്കീർത്തനം വായിക്കുന്നുണ്ട്, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, ഭക്തന്മാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അന്ത്യകാലത്ത് പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസ് ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അന്ത്യകാലത്ത് ഭക്തിയുടെ വേഷം ധരിക്കുന്നവരായിരിക്കും ഭൂരിഭാഗം ആൾക്കാർ. ഞാൻ ഭക്തനാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്ന ഒരു അനുഭവം, ദൈവത്തിലല്ല. ഇതുപോലെയുള്ള വേഷപ്രച്ഛന്നങ്ങളൊക്കെ അധികമായി വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് അല്ലെ, മാതാപിതാക്കളുടെ മുമ്പിൽ മക്കൾ നല്ല മക്കളെന്ന് കാണിക്കാറില്ലേ? അവർ സ്കൂൾ കോളേജ് തലങ്ങളിലേക്ക് ചെന്നാൽ അവരാരായിരിക്കും? മാതാപിതാക്കളിൽ നിന്ന്, നമ്മളെ അറിയുന്നവരിൽ നിന്ന് നമ്മൾ വിദൂരതയിലേക്ക് മാറുമ്പോൾ ഞാൻ ആരാ? അവിടെ ഞാൻ വേറെ ഒരാളും, വീട്ടിൽ വരുമ്പോൾ ഞാൻ നല്ല ഒരാളുമാണെങ്കിൽ അതാണ് ഭക്തിയുടെ വേഷം എന്ന് പറഞ്ഞാൽ. 6 ദിവസവും ഞാൻ എങ്ങനെ വെച്ചിട്ട് 7-ാം ദിവസം ദൈവത്തെ ആരാധിക്കാൻ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ കാണിക്കുന്ന ഭക്തിയാണ് ഭക്തിയുടെ വേഷം എന്ന് പറഞ്ഞാൽ. സ്തോത്രം. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നവര് ഭക്തിയോടെ എന്ത് ചെയ്യണം? ദൈവത്തെ ആരാധിക്കണം. ആരാന്നറിയാവോ യഥാർത്ഥ ഭക്തൻ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വ്യക്തിയാണോ യഥാർത്ഥ ഭക്തൻ? ഞായറാഴ്ച ആരാധന മുടങ്ങാതെ ആരാധനയ്ക്ക് വരുന്ന വ്യക്തിയാണോ യഥാർത്ഥ ഭക്തൻ? സ്തോത്രം. യഥാർത്ഥ ഭക്തൻ ആരാണെന്ന് വേദപുസ്തകം പറയുന്ന ഒരു വാക്യമുണ്ട്. യാക്കോബിന്റെ ലേഖനം, എല്ലാവരും ഒന്നെടുത്തേ, എന്നിട്ട് അതൊന്ന് എല്ലാവരും ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഭക്തനാണോ എന്ന് കർത്താവ് നമ്മെ വിലയിരുത്തുന്നത്. സ്തോത്രം, ആമേൻ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 26-ഉം 27-ഉം വാക്യങ്ങൾ വായിക്കും. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളിൽ ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ, സ്തോത്രം, തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്നും നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥം. ഞാൻ അഭക്തന്റെ കൂട്ടത്തിൽ പെടും. സ്വർഗരാജ്യ പ്രവേശനമൊക്കെ ഇതിനോടുള്ള ബന്ധത്തിൽ, ഈ വചനത്തോടുള്ള ബന്ധത്തിലൊക്കെയാണ്. നാവിന് കൺട്രോൾ ഇല്ലാത്ത വ്യക്തി അവൻ ഭക്തനല്ല. സ്തോത്രം, ആമേൻ. ആ വചനം വീട്ടിൽ ചെന്ന് നമുക്ക് എല്ലാവർക്കും ഒന്ന് ധ്യാനിക്കണം. സ്വന്തമായിട്ടിരുന്ന് ധ്യാനിക്കണം, കുടുംബമായിട്ട് ഇന്നൊന്ന് ധ്യാനിക്കണം. സ്തോത്രം. എൻ്റെ നാവിന് കടിഞ്ഞാൺ ഉണ്ടോ? സ്തോത്രം. എന്തും എൻ്റെ നാവ് എല്ലാം കേട്ടതിനെല്ലാം ഉത്തരം പറയേണ്ട ഒരു അവയവമാണ് നാവ് എന്ന് പറഞ്ഞാൽ. അവന് പറയാനറിയാം. കൊഞ്ഞയും വിക്കും ഒന്നുമില്ലാതെ സ്ഫുടമായിട്ട് സംസാരിക്കും നമ്മുടെ നാവ്. പക്ഷേ ഈ നാവിന് കടിഞ്ഞാൺ വേണം. സ്തോത്രം. നാവിന് കടിഞ്ഞാണിടാതെ വന്ന് നമ്മൾ പാട്ട് പാടിയാൽ ആ പാട്ട് വ്യർത്ഥം, ആ ആരാധന വ്യർത്ഥം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഞാൻ നിരൂപിച്ചാൽ, ഒത്തിരി നമ്മളങ്ങ് നിരൂപിക്കുക. സങ്കല്പം എന്ന് പറയും. സങ്കല്പം, ഞാൻ സ്വർഗത്തിൽ പോകും, ഞാൻ ഭക്തനാണ്, കാഹളം ധ്വനിച്ചാൽ, ഞാൻ മരിച്ചാൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും, ഞാൻ ജീവനോട് ഇരുന്നാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ രൂപാന്തര ശരീരം പ്രാപിക്കും. ഇതൊക്കെ സങ്കല്പങ്ങളാണ്. സങ്കല്പങ്ങൾ, സങ്കല്പമൊക്കെ നല്ലതായിരിക്കണം, പക്ഷേ അത് മിഥ്യാസങ്കല്പമായി മാറരുത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. കർത്താവ് മടങ്ങി വരും, വലിയ പ്രത്യാശയാണ്. പക്ഷേ നാവിന് കടിഞ്ഞാണിടാതെ
ഇതൊക്കെ ഞാൻ പ്രത്യാശിച്ചാൽ അതെന്താണ്? മുഴുവൻ വ്യർത്ഥം അല്ലേ? അപ്പം തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് തൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥം. അപ്പൊ ഭക്തിയും നാവുമായി ഭയങ്കര ബന്ധമുണ്ട്. എനിക്ക് എല്ലാം സംസാരിക്കാൻ പറ്റത്തില്ല, എല്ലായിടത്തും എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, എല്ലാവരോടും എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ സെൽഫ് കൺട്രോളിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ ചിന്തിച്ചതാണ്. പഞ്ചേന്ദ്രിയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ നാവ്. എൻ്റെ ഭക്തിക്ക് നാവ് ആവശ്യമാണ്, എൻ്റെ രക്ഷയ്ക്ക് നാവ് ആവശ്യമാണ്. യേശുവിനെ എൻ്റെ കർത്താവും രക്ഷിതാവും എന്ന് എന്ത് ചെയ്യണം? നാവ് കൊണ്ട് പറയണം. രക്ഷയ്ക്ക് നാവ് ആവശ്യമാണ്, എൻ്റെ ഭക്തിക്ക് നാവ് ആവശ്യമാണ്, എൻ്റെ രോഗസൗഖ്യത്തിന് എൻ്റെ നാവ് ആവശ്യമാണ്. നിങ്ങളിൽ ഒരുവന് രോഗിയായി ഭാരപ്പെടാൻ എന്ത് ചെയ്യണം? തമ്മിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറയണം. അപ്പൊ രോഗസൗഖ്യത്തിന് നാവ് ആവശ്യമാണ്, ദൈവത്തെ സ്തുതിക്കുന്നതിന് നാവ് ആവശ്യമാണ്, ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്നതിന് നാവ് ആവശ്യമാണ്. അപ്പൊ നാവിൻ്റെ വലിയ ശക്തിയുണ്ട്. നാവ് ചെറിയ ഒരു അവയവമെങ്കിലും അത് ചെറുതായിട്ടല്ല ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, എല്ലാം വലുതാണ്. വലിയ ഒരു അവയവമാണ് നാവ്. അതുകൊണ്ട് നാവ് നല്ലതല്ലാത്ത ഒരു വ്യക്തി ഭക്തൻ അല്ല. ആദ്യം നാവ് എന്ത് ചെയ്യണം? നന്നാക്കണം. നാവ് നന്നാക്കണം. നമ്മുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമാണെങ്കിൽ ആ ഭക്തി ദൈവം മുദ്രവെക്കും. നീ എൻ്റെ ഭക്തൻ, അമേ, നീ എൻ്റെ ഭക്ത, അമേ, അവരെയാ കർത്താവ് അനുഗ്രഹിക്കുന്നത്. അമേ, അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. അങ്ങനെ നാവിനെ കൺട്രോൾ ചെയ്തിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. മാസങ്ങൾ കൺട്രോൾ ചെയ്തിട്ട് നീ ഒരു പാട്ടുപാടി ദൈവത്തെ ഒന്ന് ആരാധിച്ച് നോക്കിക്കേ. ആരാധനയിൽ തീ ഇറങ്ങും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അമേ. എന്നിട്ട് അടുത്ത വാക്യം വായിച്ചു, 27-ാമത്തെ വാക്യം. പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലുമായുള്ള ഭക്തി അനാഥരെയും വിധവമാരെയും സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ ശുദ്ധമായ ഭക്തി, നിർമ്മലമായ ഭക്തി, കളങ്കമില്ലാത്ത ഭക്തി. എന്താണെന്നറിയാവോ? നല്ല ഈണത്തിൽ പാട്ട് പാടുന്നതല്ല, നമ്മുടെ കൊയറിനോടുകൂടെ പാട്ട് പാടുന്നതല്ല. അതൊക്കെ ഒരു ഭാഗം, അതല്ല ഭക്തി. അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ പോയി എന്ത് ചെയ്യണം? കാണണം. സ്തോത്രം. മക്കളെ, നമ്മുടെ സഭയിൽ പ്രായമുള്ളവരുണ്ട്, ആരാധനയ്ക്ക് വരാൻ പറ്റാതിരിക്കുന്നവരുണ്ട്. പോയി ഒന്ന് കാണണം. ഇച്ചിരി നേരത്തെ കഞ്ഞിയും കൂട്ടാനൊക്കെ വെച്ചിട്ട് ഒന്നൊന്ന് പോകണം. ഒരു 150 രൂപ ഓട്ടോറിക്ഷയ്ക്ക് പിടിച്ച്, യോഗത്തിനല്ല പോകുന്നത്, ഇങ്ങനെയുള്ള ദിവസങ്ങൾ പോയി കാണണം. എവിടെ പോകുക? ഒരു വിധവയാണ്, ഒരു അനാഥനാണ്, പ്രായമുള്ള ആളാണ്. പോയി ഒന്ന് കാണണം. അവിടെ ക്ഷേമം എന്ത് ചെയ്യണം? ഒന്ന് അന്വേഷിക്കണം. ഒരു വാക്കിലൊന്ന് പ്രാർത്ഥിക്കണം. സ്തോത്രം. ഒരു 2 ആപ്പിൾ ഒരു ഓറഞ്ച് മേടിച്ചു, ഒന്നും കുഴപ്പമില്ല, ഒന്ന് പോകണം. സ്തോത്രം. ഇന്ന് മുതൽ നമ്മളൊന്ന് ശ്രമിക്കാൻ പോവുക. ഒന്ന് പോകണം, ഒന്ന് പോയി ഒന്ന് കാണണം. അതെന്താണെന്നാ പറഞ്ഞത്? ശുദ്ധമായ ഭക്തിയാണ്. ആരുടെ സന്നിധിയിൽ? പിതാവിൻ്റെ സന്നിധിയിൽ. അല്ലാതെ 24 മണിക്കൂർ മുട്ടയിൽ നിന്ന് കൈ ഉയർത്തി പിടിച്ചുകൊണ്ടിരിക്കുന്നതല്ല. കക്ഷത്തെ ബൈബിളും വെച്ചുകൊണ്ട് നടക്കുന്നതല്ല ഭക്തി. പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥമായ ഭക്തി. കർത്താവ് ചോദിക്കും, നീ ഇതുപോലത്തെ ഭക്തനായിരുന്നോ? ഒത്തിരി പേര് ആഗ്രഹിക്കുന്ന ഭക്തൻ മരിക്കുന്നത് പോലെ ഞാൻ മരിക്കണം. പ്രാർത്ഥനയൊക്കെ നല്ലതാ, ജീവിതമില്ലെങ്കിൽ മരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ സഭയിൽ കൂടുതലും രോഗികളും ബലഹീനരും
പ്രായം കൂടിയവരുമാണ്. സ്വത്രം. അവരെയൊക്കെ പോയി കാണാനും ക്ഷേമങ്ങൾ അറിയാനും പോകാൻ പറ്റാത്തവർ ഒന്ന് വിളിച്ചെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് അന്വേഷിക്കണം. അത് ഭക്തിയാണ്. ഭക്തി ശുദ്ധവും നിർമ്മലവുമായ ഭക്തി. അങ്ങനെ പോയി കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ത് ചെയ്യണം? ലോകത്താലുള്ള കളങ്കം പറ്റാതെ സൂക്ഷിക്കണം. സ്തോത്രം. ലോകത്താലുള്ള കളങ്കം പറ്റാതെ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. സ്തോത്രം. അനാഥരാണ്, വിധവയാന്നൊക്കെ പറഞ്ഞു പോയി കൂടെ പോയി കണ്ടു, അവസാനം കളങ്കം പറ്റി ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് ഒറ്റയ്ക്ക് കൂടുതലും പോകരുത്. ഈരണ്ടായിട്ട് പോകുക ഏറ്റവും നല്ലതാണ് ഇന്നത്തെ കാലത്ത്. കളങ്കം പറ്റരുത്. ഭക്തി കൂടുമ്പോഴേ, ഇതൊക്കെ കൂടുമ്പോൾ വിഷങ്ങളാണ്. ചിലർ ഇതൊക്കെ അങ്ങ് ആവേശത്തോടെ കൂടി അങ്ങ് ചെയ്യും, പിന്നെ ഭയങ്കര കളങ്കം പറ്റി അങ്ങ് നിന്നതിനായി മാറും. വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലോകത്താലുള്ള കളങ്കം പറ്റരുത്. എൻ്റെ ഭക്തി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ എന്തൊക്കെയോ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ കളങ്കം പറ്റാൻ സാധ്യതയുണ്ട്. എത്രയോ ഭക്തന്മാര്, ഭക്തശിരോമണികൾ കർത്താവിന് വേണ്ടി എന്തും ഏതുമായി തീരാൻ അരകെട്ടി ഇറങ്ങിയ എത്രയോ ഭക്തന്മാർ ലോകത്താലുള്ള കളങ്കം പറ്റി വീണുപോയില്ലേ? സ്തോത്രം. ഞങ്ങൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഔട്ട്റീച്ച് പ്രോഗ്രാമുണ്ട്, ഭവന സന്ദർശനങ്ങൾ, സുവിശേഷ പ്രവർത്തനം. ആ സുവിശേഷ പ്രവർത്തനം കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ അവിടെ ലിസ്റ്റ് കൊടുക്കണം. എൻ്റെ എത്ര പേര് രക്ഷിക്കപ്പെട്ടു, എത്ര പേർക്ക് ബൈബിൾ കൊടുത്തു, എത്ര വീട് കയറി, എത്ര പേര് ട്രാക്ട് സ്വീകരിച്ചു. അപ്പോൾ ആ ലിസ്റ്റെല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ചോദിക്കും, നിങ്ങളിൽ എത്ര പേരുടെ രക്ഷ നഷ്ടപ്പെട്ടു ഈ പോക്കിൽ? നിങ്ങളിൽ എത്ര പേരുടെ രക്ഷ നഷ്ടപ്പെട്ടു? നിങ്ങളുടെ പ്രാഗൽഭ്യം എത്ര പേരുടെ പോയി? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പം യഥാർത്ഥമായ ഭക്തിയിലേക്ക് ദൈവമക്കൾ വരണം. ആ ഭക്തിയോടുകൂടെ പ്രവർത്തിക്കുമ്പോൾ ലോകത്താലുള്ള കളങ്കം പറ്റാതെ സൂക്ഷിച്ചോണം. നമ്മൾ നല്ല പ്രവർത്തികളൊക്കെ ചെയ്യുമ്പോഴല്ലേ നമ്മുടെ വസ്ത്രം മുഷിയുന്നത്, അല്ലേ? ഒത്തിരി ജോലികൾ ചെയ്യുമ്പോഴല്ലേ നമ്മുടെ വസ്ത്രങ്ങളൊക്കെ മുഷിയുന്നത്. അങ്ങനെ എവിടെയെങ്കിലും കുറവുകൾ സംഭവിച്ചാൽ കർത്താവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചോണം. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്ത് ദൈവമക്കളെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അപ്പം ദൈവത്തെ എങ്ങനെ ആരാധിക്കണം? ഭക്തിയോടെ ആരാധിക്കണം. ഭക്തി എന്ന് പറഞ്ഞാൽ വെറുതെ പാട്ടുപാടി കൈയടിക്കുന്നതല്ല. ആമേൻ. പുറത്ത് ഭക്തിയോടെ ജീവിച്ചിട്ട്, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട്, ഹല്ലേലൂയ, ആമേൻ, എന്നാൽ ആവോളം ഞാൻ പ്രവർത്തിച്ചിട്ട്, എൻ്റെ നാവിനെ ഞാൻ കടിഞ്ഞാനിട്ടിട്ട് ഞാൻ വന്ന് ഒരു പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചാൽ അവിടെ ദൈവത്തിൻ്റെ തീയിറങ്ങും, അവിടെ അഭിഷേകം ചലിക്കും, അവിടെ രോഗികൾ സൗഖ്യം പ്രാപിക്കും, ആ സഭയിൽ ആത്മീക ഉണർവുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. വേഗം ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 26-ാം അധ്യായം 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കേ. ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? അപ്പോസ്തലപ്രവൃത്തിയിൽ 26-ന്റെ 7-ാമത്തെ വാക്യം. ആ സ്തോത്രം. മതി 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 മതി. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 26-ാം അധ്യായം 7-ാമത്തെ വാക്യമാണ്. നമ്മുടെ പിതാക്കന്മാർക്ക് ദൈവത്താൽ ലഭിച്ചതും നമ്മുടെ 12 ഗോത്രങ്ങളും രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചു. ആരാധിക്കുമ്പം ഒത്തിരി കാര്യം ശ്രദ്ധിക്കണം. ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ആരാധന. നല്ല നല്ല കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, ആത്മീക ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം എന്താണ്? ആരാധനയാണ്. ഈ നല്ല കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിലുണ്ടല്ലോ അത് ഭയങ്കര മോശമായി മാറും. സ്വതന്ത്രം. നല്ല കാര്യങ്ങളൊക്കെ, പാല് മോശം നല്ലതല്ലേ?
അത് ശ്രദ്ധിച്ചില്ലെങ്കിലോ അത് പിരിഞ്ഞു പോകും. മുട്ട നല്ലതല്ലേ, അത് ശ്രദ്ധിച്ചില്ലെങ്കിലോ ചീഞ്ഞു പോവും. പിന്നെ ആ ദേശത്ത് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ യഥാർത്ഥമായ ആരാധന ശ്രദ്ധയോടുകൂടെ വേണം ആരാധിക്കാൻ. എത്രമാത്രം ശ്രദ്ധ വേണമെന്ന് അറിയാം ഒരു ആരാധന ദൈവത്തിന് അർപ്പിക്കുന്നതിൽ. കാരണം അനുഗ്രഹത്തിന് പകരം അതെന്തായി മാറും? ശാപമായി മാറും. ആരാധിച്ച് ശപിക്കപ്പെട്ടവരുണ്ട് ബൈബിളിൽ. എത്രയോ പേര് എൻ്റെ അനുഭവത്തിലുണ്ടെന്നറിയാവോ? ആരാധിച്ചിട്ട് ശാപമേറ്റു പോയവരുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ആരാധനയ്ക്ക് വരുമ്പോൾ യഥാർത്ഥമായ ദൈവത്തിൻ്റെ ആരാധന ശ്രദ്ധയോടുകൂടെ ചെയ്യണം. ശ്രദ്ധയോടെ ചെയ്തില്ലെങ്കിൽ അതെല്ലാം അപകടമാണ്. അവിടെ എത്ര മുന്നറിയിപ്പുകളാണെന്നറിയോ? വേദപുസ്തകം മുഴുവൻ മുന്നറിയിപ്പുകളാണ്. ആരാധിക്കാൻ വരുന്നവർക്ക് മുന്നറിയിപ്പുകൾ. നമ്മുടെ റോഡുകളിൽ എത്രയോ സൈൻ ബോർഡ് ഉണ്ടല്ലേ? വാഹനം ഓടിക്കുന്നവർക്ക്, വാഹനത്തിനകത്ത് ഇരിക്കുന്നവർക്ക് എല്ലാം മുന്നറിയിപ്പാ. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എന്താണ്? അപകടമാണ്. അപ്പൊ ശ്രദ്ധയില്ലാത്ത ആരാധന നമുക്ക് അപകടമാണ്. സ്തോത്രം. നമ്മുടെ മുൻ ആരാധന ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടല്ലേ ഈ ആരാധനയിലേക്ക് വന്നത്. അത് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത്, ദൈവമേ ഇത്രയും കാലം ഞാൻ ആരാധിച്ചല്ല വട്ടപ്പൂജയായിരുന്നോ? യഥാർത്ഥ സത്യ ആരാധന അതല്ലായിരുന്നല്ലോ. ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത്. അതുവരെ നമ്മൾ ഇത് തന്നെയാ സത്യ ആരാധന ഞാൻ പോവല്ലേ. ഇന്ന് എത്രയോ പേര് അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ദൈവത്തെ ആരാധിക്കേണ്ടവർ ശ്രദ്ധയോടെ ദൈവത്തെ എന്ത് ചെയ്യണം? ആരാധിക്കണം. ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. എന്ന് പറഞ്ഞാല് വെറുതെ ആരാധനയ്ക്കായി ഓടിക്കേറി വരരുത്. സ്തോത്രം. ചിലരുണ്ട് സമയം വൈകിയാലും വന്ന് അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ചിരിച്ച് ഇങ്ങോട്ട് കയറി വരുന്നവരുണ്ട്. സമയം വൈകിയാ വന്നത്, എന്നാലും അപ്പം അതൊക്കെ വന്ന് ഒരു വർത്താനം പറഞ്ഞ് ഒരു ചിരി ചിരിച്ചിട്ട് വരുന്നത്. സ്തോത്രം. ദൈവത്തെ ആരാധിക്കുമ്പോൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വാക്യം ഒന്ന് വായിച്ചു. സ്തോത്രം. ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ലാഘവത്തോടു കൂടെ ചെയ്യേണ്ട ഒരു കാര്യമല്ല നമ്മുടെ ആരാധന. വളരെ ഗൗരവത്തോടു കൂടെ അല്ലേ ദൈവിക ആരാധനയുടെ നിയമം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-24 വാക്യം. യോഹന്നാൻ 4:23-24. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. ഇപ്പോൾ വന്നുവിരിക്കുന്നു. ഇങ്ങനെ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം ഇങ്ങനെ പിതാവിനെ ആരാധിക്കണം. എങ്ങനെ ആരാധിക്കണം? ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും എന്ത് ചെയ്യണം? നമസ്കരിക്കണം. ശ്രദ്ധിക്കുന്നുണ്ടോ ഈ കാര്യം? ആരാധനയിൽ ആത്മാവുണ്ടോ? ഈ കാര്യം ശ്രദ്ധിക്കുന്നുണ്ടോ? സീറ്റ് ബെൽറ്റ് ഇടാതെയാണോ കാർ ഓടിക്കുന്നത്? ശ്രദ്ധിക്കുന്നുണ്ടോ? ഹെൽമെറ്റ് ഇല്ലാതെയാണോ ബൈക്ക് ഓടിക്കുന്നത്? ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതുപോലെ ആരാധന എങ്ങനെയായിരിക്കണം? ആത്മാവിലും സത്യത്തിലുമായിരിക്കണം. ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റം വരുത്താൻ നമ്മൾ പരിശ്രമിക്കും. പാസ്റ്ററെ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഇത്രയും നാളായിട്ട് എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അന്യഭാഷ അടയാളത്തോടു കൂടെ എനിക്ക് എൻ്റെ ദൈവത്തെ ആരാധിക്കാൻ കഴിഞ്ഞിട്ടില്ല പാസ്റ്ററെ, ഒന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ അങ്ങനെ പറയാറുണ്ടോ? ഗൗരവം മനസ്സിലാക്കണം. സ്തോത്രം. പരിശുദ്ധാത്മാവ് കൊണ്ടും നമ്മുടെ ആത്മാവ് കൊണ്ടും ആരാധിക്കണം. നമ്മളുടെ ആത്മാവുണ്ടല്ലോ അല്ലേ? ഉണ്ട്.
എൻ്റെ അകത്തെ മനുഷ്യൻ. ആ ആത്മാവ് കൊണ്ടും ആരാധിക്കണം, പരിശുദ്ധാത്മാവ് കൊണ്ടും ആരാധിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് വായിച്ചേ. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഫിലിപ്പിയർ 3:3. ഫിലിപ്പിയർ 3:3. അതന്നെ, നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവർ. സ്തോത്രം. മതി. അതാണ് പുതിയ നിയമസഭ. ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് കൊണ്ട് ആരാധിക്കുന്നവർ. 1. സ്തോത്രം. ആമേൻ. 2, പ്രൈസ് ദി ലോർഡ്, റോമാലേഖനം 1-ാം അധ്യായം 10-ാമത്തെ വാക്യം. റോമാലേഖനം 1-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. ഇവിടെ ഏതാത്മാവാണ്? എൻ്റെ ആത്മാവ്. ഫിലിപ്പിലേഖനത്തിൽ വായിച്ചത് ദൈവത്തിൻ്റെ ആത്മാവ്. ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവും, എൻ്റെ ആത്മാവ് എൻ്റെ അകത്തെ മനുഷ്യനും. ഇത് രണ്ടും കൂടി ആരാധന. അതിൻ്റെ സപ്പോർട്ടാണ് ഈ പുറമെയുള്ള മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. പരിശുദ്ധാത്മാവും എൻ്റെ ആത്മാവും കൂടെ സമ്മേളിക്കുന്നതാണ് യഥാർത്ഥ ആരാധന. ഈ പരിശുദ്ധാത്മാവും എൻ്റെ ആത്മാവും കൂടെ സമ്മേളിക്കുമ്പോൾ അകത്തെ മനുഷ്യൻ പറയും, കണ്ണടയ്ക്ക്, കൈയടിക്ക്, മുട്ടുകുത്ത്, കൈ ഉയർത്ത്, വാ തുറന്ന് ദൈവത്തെ ആരാധിക്ക്, ശബ്ദമൂർത്തി ദൈവത്തെ ആരാധിക്ക്. പ്രൈസ് ദി ലോർഡ്. ആത്മാവിന്റെ ശരീരത്തെ വിട്ടുകൊടുക്ക്. പ്രൈസ് ദി ലോർഡ്. അപ്പം ശരീരം പറയും, എനിക്ക് കൈക്ക് വേദനയുണ്ട്, നടുവിന് വേദനയുണ്ട്. സ്തോത്രം. അപ്പം അകത്തെ മനുഷ്യൻ പറയും, സാരമില്ല, ദൈവം നിനക്ക് എത്രയോ നന്മകൾ ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മനമേ, നീ സ്വസ്ഥമായി ഇരിക്കരുത്. ഇത് അകത്തെ മനുഷ്യനും ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്ത് പറയുന്നതാണ്. ഇത് രണ്ടും കൂടെ ചേർന്ന് എൻ്റെ പുറമെയുള്ള മനുഷ്യനോടുള്ള ബന്ധത്തിൽ ഒരുമിച്ചുള്ള ആരാധനയാണ് യഥാർത്ഥ ആരാധന. ശ്രദ്ധിക്കണം. ഈ മേഖലയൊക്കെ സ്പർശിക്കുന്നുണ്ടോ? ഇതാണ് യഥാർത്ഥ ആരാധന. ഈ ശ്രദ്ധിക്കാതെ പോകുന്നവരൊക്കെ കൈവിടപ്പെട്ടു പോകും കേട്ടോ. നല്ല ബുദ്ധിയോടുകൂടെ വേണം ദൈവത്തെ ആരാധിക്കാൻ. സ്തോത്രം. 10 കന്യകമാരെ നമുക്കറിയാം. 10 കന്യകമാർ പ്രസിദ്ധരാ. 5 പേരാരായിരുന്നു? ബുദ്ധിയുള്ളവർ, ശ്രദ്ധിക്കുന്നവരായിരുന്നു. എന്താ അവരുടെ ബുദ്ധി? വിളക്കിൽ. സ്തോത്രം. നമ്മളിന്ന് വിളക്ക് പിടിച്ചോണ്ട് നടപ്പുണ്ട്. വിളക്കില്ലാത്തവരാരുമില്ല. പക്ഷെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതിനകത്ത് എണ്ണയുണ്ടോ? എണ്ണയുണ്ടോ നിൻ വിളക്കിൽ? നീ ഒരുങ്ങിയിട്ടുണ്ടോ? എണ്ണയുണ്ടോ നിൻ വിളക്കിൽ? നീ ഒരുങ്ങിയിട്ടുണ്ടോ? നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? സ്നേഹത്തിനാഴവും നീളമാതിൽ വീതിയും ത്യാഗവും സമ്പൂർണതയും സ്നേഹത്തിനാഴവും ബുദ്ധിയില്ല എന്നുള്ള ഒറ്റ കാരണത്താലാണ് അവരെ ദൈവം ഒഴിവാക്കിയത്. ശ്രദ്ധിച്ചില്ല, അല്ലേ? ശ്രദ്ധിച്ചില്ല. മക്കളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ ഈ വചനം? കൈവിടപ്പെട്ടു പോകും കേട്ടോ. ശ്രദ്ധിക്കണം. എൻ്റെ ആരാധനയിൽ എണ്ണയുണ്ടോ? ഞാൻ ദൈവത്തിന് അർപ്പിക്കുന്ന ആരാധനയിൽ എണ്ണയുണ്ടോ? പഴയ നിയമത്തിലെ എണ്ണയാണ് പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മാവ്. ആ എണ്ണ എന്നിലുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ? അതിൻ്റെ അളവ്. ചിലരുണ്ട്, ഞാൻ കണ്ട് ചിരിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ചിലർ പെട്രോൾ പമ്പിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് വണ്ടി കുലുക്കി നോക്കുന്നവരുണ്ട്.
പെട്രോൾ പമ്പിൻ്റെ ഫ്രണ്ടിൽ പോയി വണ്ടി നിർത്തിയിട്ട് കുലുക്കി നോക്കുക, ഒച്ച കേൾക്കുന്നില്ല, ചെവി താത്തി വെച്ച് കുലുക്കുക. എന്തിനാ അങ്ങനെ വല്ല ആവശ്യമുണ്ടോ? സ്വതന്ത്രം അത്യാവശ്യമല്ലേ? അങ്ങനെ പോകുന്നവരൊക്കെ പിന്നെ പോകുമ്പം തള്ളുന്ന കാണാം, വേയർത്ത്. നമ്മുടെ വണ്ടിയുടെയൊക്കെ ഭാരവും അല്ലേ, അത് വേസ്റ്റായിട്ടൊക്കെ തോന്നുന്നതൊക്കെ എന്തിനും തീരുമ്പോഴാണ്. അല്ലെങ്കിൽ നല്ലതാ. ബുള്ളറ്റ് ആണെങ്കിൽ പറയും വേണ്ട. സ്വതന്ത്രം അല്ലേ? ശ്രദ്ധിക്കണം. ഇതിനകത്ത് എണ്ണയുണ്ടോ? എണ്ണ നിറയ്ക്കാൻ അവസരങ്ങൾ ദൈവം തരുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ പമ്പുകൾ ഒരു വാഹനത്തിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത് പോലെ എൻ്റെ ആത്മീക ജീവിതത്തിൽ സ്വർഗരാജ്യ പ്രവേശനത്തിന് മുൻപ് എത്രയോ പവർ സ്റ്റേഷൻ ഉണ്ടെന്നറിയോ എണ്ണ നിറയ്ക്കാൻ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനുള്ള അവസരങ്ങൾ എത്രയോ പ്രാവശ്യം ഉണ്ടെന്നറിയാവോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത ആഴ്ച നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഈ വിഷയത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. എണ്ണയില്ലാത്തവരൊക്കെ വരണം, പരിശുദ്ധാത്മാവിനെ ലഭിക്കാത്തവരൊക്കെ വരണം, ആ ആത്മസ്നാനം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. കൈവിടപ്പെട്ടു പോകും. ആമേ. ഇത് ബുദ്ധിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യേണ്ടതാണ് ആരാധന. അല്ലാതെ ആമേ ഇത്ര വർഷമായി ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു, ഞാൻ വരുന്നു, പാട്ട് പാടുന്നു, ആരാധിക്കുന്നു, കർത്തൃമേശ അനുഭവിക്കുന്നു, സ്വതന്ത്രിടുന്നു, ഞാൻ പോകുന്നു. എത്ര നാളായി പോകുന്നത്? ശ്രദ്ധിക്കുന്നുണ്ടോ? എണ്ണയുണ്ടോ നിന്റെ ആരാധനയിൽ? യഥാർത്ഥമായ ആരാധന, യഥാർത്ഥമായ ഭക്തി നമ്മൾ കണ്ടു. യഥാർത്ഥമായ ആരാധന, ഭക്തിയോടുകൂടി ആരാധന. ശ്രദ്ധിക്കണം, ശ്രദ്ധ വേണം ആരാധനയിൽ. സഹോദരന്മാരെ, നിങ്ങളുടെ ശരീരങ്ങളെ പിന്നെ തിരിച്ചറിയേണ്ടതിന് സ്വതന്ത്രം ബുദ്ധിയുള്ള ആരാധന. സ്വതന്ത്രം. ഈ 10 പേരും കന്യകമാരായിരുന്നു. അവർക്ക് വേറെ ഒരു ദോഷമില്ലായിരുന്നു. പേരുദോഷം വരുത്തിയവരാരും ഇതിനകത്തില്ല. 10 പേരും കന്യകമാർ എന്ന് പറഞ്ഞാൽ വിശുദ്ധർ തന്നെയാണ് അവര്. ഏക മണവാളന് വേണ്ടി തന്നെ ജീവിതം ഒഴിഞ്ഞു വെച്ചവര്, മണവാളന് വരുമെന്നുള്ള ദൂത് വ്യക്തമായി കേട്ടവര്, പ്രൈസ് ദി ലോർഡ്, വിളക്കെടുത്തവര്, കാത്തിരുന്നവര്. പക്ഷേ 5 പേർ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് കൊട്ടി വാതിലടച്ചവരെ പുറത്താക്കാൻ കാരണം ഒറ്റയൊരു കാരണമാണ്. എന്താണ്? ബുദ്ധിയില്ല, ശ്രദ്ധിച്ചില്ല. അശ്രദ്ധ മരണം വിളിച്ചു വരുത്തും. അശ്രദ്ധ നരകത്തിലേക്കുള്ള പ്രവേശന കവാടം നമുക്ക് വേണ്ടി തുറക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ആമേ. നമ്മുടെ ആരാധന ശ്രദ്ധയോടുകൂടി ആരാധനയായിരിക്കണം. അതിനകത്ത് ബുദ്ധി ഉണ്ടാകണം. ആമേൻ. കർത്താവ് പറഞ്ഞ ബുദ്ധിയിൽ നിങ്ങൾ ആരാകരുത്? ശിശുക്കളെ പോലെ ആകരുത്. നല്ല ജ്ഞാനത്തോടെ മുതിർന്നു വരുന്നതനുസരിച്ച്, പ്രായം വരുന്നതിനനുസരിച്ച് നമ്മൾ ശിശുക്കളുടെ ആ ചിന്താഗതിയൊക്കെ വിട്ടിട്ട് നല്ല ബുദ്ധിയോടുകൂടെ പാമ്പിനെ പോലെ ബുദ്ധിയോടുകൂടെ പ്രവർത്തിക്കണം. അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവെങ്കിൽ കൈവിടപ്പെട്ടു പോകും. അത് ദൈവം അംഗീകരിക്കുന്ന ആരാധനയായി മാറുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം കൂടെ ഞാൻ വായിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം. 2 തിമോഥെയോസ് 1-ന്റെ 4-ാമത്തെ വാക്യം. സ്തോത്രം. ഹല്ലേലൂയ. 1 തിമോഥെയോസ് 1-ാം അധ്യായം 5-ാമത്തെ വാക്യമാണ്. 5-ാമത്തെ വാക്യം. സ്തോത്രം. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. നല്ല മനസാക്ഷി.
സ്തോത്രം. നല്ല മനസാക്ഷി. 2 തിമോഥെയോസ് 1-ാം അധ്യായം 4-ാമത്തെ വാക്യം. നിർമ്മല മനസാക്ഷി. 1-ാമത്തെ വാക്യത്തിൽ വായിച്ചത് നല്ല മനസാക്ഷി. ഇവിടെ നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ ആരാധിക്കേണ്ടത് നിർമ്മല മനസാക്ഷിയോടെ. സ്തോത്രം. ശുദ്ധമായ മനസാക്ഷിയോടെ ദൈവത്തെ എന്ത് ചെയ്യണം? ആരാധിക്കണം. ഈ ആരാധനയാണ് സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധന. ഒരു നിമിഷം നമുക്കൊന്ന് ചിന്തിക്കാം, ഈ ആരാധനയിലാണോ ഞാൻ? ആ നാഴിക വന്നിരിക്കുന്നു. പിതാവിനെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു. വാസ്തവമായി ചിന്തിച്ച്, എൻ്റെ ആരാധന വ്യർത്ഥമാണോ? നിർജീവ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഒത്തിരിയുണ്ട് ബൈബിളിൽ. നിർജീവ പ്രവൃത്തികൾ, കെട്ടിയിട്ട തോണി തുഴയുക. ഞാൻ തുഴയുന്നുണ്ട്, പക്ഷെ ഇതുവരെയും കെട്ട് അഴിച്ചിട്ടില്ല. സ്തോത്രം. എല്ലാ കണ്ണുകളും അതിൽ നടക്കാം. ക്രിസ്തീയ ജീവിതം വ്യർത്ഥമാണോ? എൻ്റെ ആരാധന വ്യർത്ഥമാണോ? എൻ്റെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുമോ? അതെനിക്ക് അനുഗ്രഹമാണോ? എൻ്റെ കുടുംബത്തിന്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ ആരാധന അനുഗ്രഹമാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വ്യക്തമായി ഇന്ന് പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് കൃത്യമായി സംസാരിച്ചു. ആ വചനത്തിന് മുമ്പിൽ സമ്പൂർണ്ണമായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഭയം കൂടാതെ ദൈവത്തെ ആരാധിക്കണം. ഭക്തിയോടെ നമ്മുടെ ദൈവത്തെ ആരാധിക്കണം. ശ്രദ്ധയോടും ബുദ്ധിയോടും നമ്മുടെ ദൈവത്തെ നമ്മൾ ആരാധിക്കണം. നിർമ്മല മനസാക്ഷിയോടെ നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിപ്പാൻ നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ അനുഭവങ്ങൾ എനിക്ക് വർദ്ധിപ്പിച്ചു തരണമേ. അധികം താമസമില്ല, കർത്താവ് മടങ്ങി വരും. അല്ല എങ്കിൽ നമ്മൾ ഇവിടുന്ന് മാറ്റപ്പെടും. ദൈവത്തിന് സ്തോത്രം. ആകയാൽ ഇന്ന് പകൽ കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ സമ്പൂർണ്ണമായി നമ്മെ ഏൽപ്പിച്ച് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾക്ക് തന്ന നല്ല വചനത്തിനായിട്ട് സ്തോത്രം. ഈ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മഞ്ഞു പോലെയും പൊടിമഴ പോലെയും വലിയ മാരി പോലെയും ദൈവം പേയിച്ചതിനായിട്ട് നന്ദി പറയുന്നു. ഫലമായി മാറണം, അനുഗ്രഹമായി മാറണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കർത്താവ് ഈ വചനത്താൽ ഇന്ന് പകൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.